ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ റംബൂട്ടാൻ വിളവെടുക്കാനായിട്ട് പോവാണ്. കുറച്ചധികം തന്നെ പഴുത്ത് കിടപ്പുണ്ട്. അപ്പോൾ അതെല്ലാം കുറച്ച് പറിച്ച് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ കൊടുക്കാനായിട്ട് പോവാണ്. അമ്മച്ചി അവിടെ ചാഞ്ഞ് നിൽക്കുന്ന കൊമ്പിൽ അത്യാവശ്യം കയ്യെത്തി പറിക്കാനുള്ളതൊക്കെ പറിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതാണ് മരി. അപ്പം മരിയയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അമ്മച്ചി പറിച്ചുകൊണ്ടിരിക്കുന്നത്. സച്ചു ആണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഞാൻ സച്ചിനോട് പറയാം, അതുകൊണ്ട് ആ പഴുത്ത് കിടക്കുന്നതൊക്കെ കാണിക്കാനായിട്ട് ഞാൻ പറയായിരുന്നു കേട്ടോ. അത്യാവശ്യം എല്ലാം തന്നെ നല്ലതുപോലെ പഴുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ വലയിടാനൊന്നും പോയില്ല. പക്ഷെ പറിക്കാതിരുന്ന് കഴിഞ്ഞാൽ കാക്ക വന്നെല്ലാം കൊത്തി കൊത്തി താഴെ ഇട്ട് പോകത്തതേ ഉള്ളൂ, ആർക്കും കിട്ടത്തുമില്ല. അതുകൊണ്ട് പറിക്കാമെന്ന് വെച്ചാണ്. അമ്മച്ചി തോട്ടിയൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് പറിക്കാനായിട്ട്. അത് പതുക്കെ താഴോട്ട് താഴ്ത്തിയിട്ട് പറിക്കാനാണ് നോക്കുന്നത്. പക്ഷേ അമ്മച്ചി അത് താഴോട്ട് ഇച്ചിരി വലിച്ചപ്പോഴത്തേക്ക് അത് മുഴുവൻ അവിടെ പൊട്ടി പൊഴിഞ്ഞ് വീണു. അതിനകത്തുനിന്ന് കുറച്ചൊക്കെ പെറുക്കിയെടുത്ത്, കാരണം എല്ലാം ഒന്നും നമ്മൾ പറിച്ചപ്പോൾ വീണതല്ല, നേരത്തെ തന്നെ വീണ് കിടന്നതൊക്കെ ഉണ്ടായിരുന്നു. അതിനകത്തുനിന്ന് നല്ല നോക്കി നോക്കി പെറുക്കി എടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയല്ലേ കാണാൻ, ആ മജന്ത കളർ ഇരിക്കുന്നതാണ് അടിപൊളി. ഈ റംബൂട്ടാനൊന്നും നമുക്ക് അധികം അങ്ങനെ കഴിക്കാൻ കിട്ടിയിട്ടില്ല. ആകപ്പാടെ എവിടെ നിലയൊക്കെ കൊണ്ടുവരുന്നത് മാത്രമേ തിന്നാൻ കിട്ടിയിട്ടുള്ളായിരുന്നു. ഇതാണെങ്കിൽ നമ്മുടെ വീട്ടിൽ ഇഷ്ടം പോലുള്ളത് കൊണ്ട് എപ്പം വേണേലും പറിച്ച് തിന്നാം. നല്ല അടിപൊളി റംബൂട്ടാനുമാണ്, നല്ല മധുരമാണ് ഇതിന്. നമ്മുടെ കേരളത്തിൽ തന്നെ ഇതിൻ്റെ പല വെറൈറ്റീസ് ഉണ്ടെന്ന് തോന്നുന്നു. കാരണം ചിലത് നമ്മൾ കടിച്ച ഉടനെ അതിൻ്റെ മാംസം ഇങ്ങനെ അടന്നു വരും. പക്ഷേ ഇതങ്ങനെ അടന്നു വരുന്നതല്ല കേട്ടോ. അങ്ങനെ മരിയയ്ക്ക് നമ്മൾ റംബൂട്ടാനൊക്കെ പറിച്ച് കൊടുത്തിട്ടുണ്ട്. അവൾക്കും സന്തോഷമായി. അങ്ങനെ അവൾ ടാറ്റയൊക്കെ തന്ന് പോവുകയാണ്. നമ്മുടെ കൂടെ വേറെ ഒരാളും ഉണ്ട്. ഇവൻ്റെ പേരാണ് അരുൺ. അപ്പോൾ അവനും ഇത് പറിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ സച്ചു ഏണി എടുക്കാൻ പോയ സമയം കൊണ്ട് എനിക്ക് കയ്യെത്തി പറിക്കാമെന്നൊക്കെ ഞാനും പറിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സച്ചിത് ഏണിയായിട്ട് വന്നിട്ടുണ്ട്. തെങ്ങയിൽ ഏണി ചാരി വെച്ചെങ്കിൽ മാത്രമേ നമുക്ക് ആ റംബൂട്ടാൻ പറിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ ആ സൈഡിലല്ല റംബൂട്ടാൻ വിളഞ്ഞു കിടക്കുന്നത്, ഇപ്പുറത്തെ സൈഡിലാണ്. അപ്പോൾ സച്ചു എന്തെടുത്തെന്ന് വെച്ചാൽ അവിടെ അത്യാവശ്യം ചതുപ്പ് പ്രദേശമായതുകൊണ്ട് ആ ഇരുമ്പിൻ്റെ ഏണി ആയതുകൊണ്ടും കൂടി ആ ഏണി ഒറ്റ കുത്തിന് ഇച്ചിരി താത്തി അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനാണ് ഇനി കയറി പറിക്കേണ്ടത്. അപ്പോൾ സച്ചു അവിടെ അത് പിടിച്ചുകൊണ്ട് നിൽപ്പുണ്ട്. അത്യാവശ്യം താൻ നിൽക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല, ഏണി വീഴത്തില്ലെന്നാണ് വിശ്വാസം. കയറുന്നതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കാല് പിടിച്ച്. പിന്നെ ഈ നേരിട്ട് ഈ മരത്തെന്നൊക്കെ പറിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. അങ്ങനെ ഞാൻ കയറി. അപ്പോൾ താഴെ നിൽക്കുന്നതൊക്കെ ഓരോന്നായിട്ട് ഞാൻ അടത്തി എടുക്കുകയാണ്. ഈ മേളിൽ കയറിയിട്ട് ആ മേളിലത്തെ കൊല ഒറ്റയടിക്ക് ഒടിച്ചെടുക്കണം, അതാണ് എൻ്റെ ലക്ഷ്യം. അപ്പം ഞാനത് പറിക്കുന്നവരുടെ ചാച്ച വരുന്നുണ്ട് കൊട്ടയെടുത്ത് അതിനകത്ത് പിടിക്കാനായിട്ട്. അപ്പോൾ ചാച്ച വന്നു, കൊട്ടയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിനകത്തുനിന്ന് ഓരോന്നായിട്ട് അടത്തി അത് പറിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എനിക്കിങ്ങനെ പറിക്കാൻ ഇഷ്ടമെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് കേട്ടോ സച്ചു അങ്ങനെ കൊണ്ട് ഏണി വെച്ച് തന്നത്. അപ്പോൾ അവിടെ പഴുത്ത് കിടന്ന 1-2 എണ്ണമൊക്കെ ഞാൻ ഇങ്ങനെ പറിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും മുകളിലേക്ക് കയറുകയാണെങ്കിൽ മാത്രം നമുക്കത് കൊലയോടുകൂടി ഒടിച്ചെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം ഞാൻ കയറിയതിൻ്റെ കൂട്ടത്തിൽ ഞാൻ അറിയാണ്ടൊന്ന് ചവിട്ടുകയും ചെയ്ത്. അപ്പോൾ സച്ചി പറഞ്ഞു, ചവിട്ടി നീ ഒരു സൈഡിലോട്ട് ചെരിച്ച് വെച്ചേക്കാണ്, സൂക്ഷിച്ച് നിന്നോണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പക്ഷേ എനിക്കത് പറിക്കുന്നതിൻ്റെ തൊരയിൽ ഞാൻ ശ്രദ്ധിച്ചില്ല. ഞാൻ വളരെ കഷ്ടപ്പെട്ട് വലിച്ച് ഒരു വിധത്തിൽ ഞാനത് ഒടിച്ചെടുത്തിട്ടുണ്ട്. നോക്കിക്കാൻ എൻ്റെ കയ്യിൽ നിറച്ചൊരു കൊല ഇരിക്കുകയാണ്. എന്ത് രസമാണല്ലേ കാണാനായിട്ട്. കനം കൊണ്ട് കുറച്ച് താഴോട്ട് ചാഞ്ഞ് നിന്നാണ്. അപ്പോൾ ഞാൻ ഒരു കൊല പറിച്ചപ്പോഴത്തേക്ക് അത് കുറച്ച് മുകളിലോട്ട് പോയി. പക്ഷേ എൻ്റെ കൈ എത്തുമായിരുന്നു. അതുകൊണ്ട് ഞാനത് പിടിച്ച് മറ്റേ കമ്പം കൂടെ ഞാൻ പിടിച്ച് വെച്ചിട്ടാണ് ഇപ്രാവശ്യം ഞാനത് പറിക്കുന്നത്. അങ്ങനെ ഓരോ കൊലയായിട്ട് ഞാൻ മുഴുവൻ ഒടിച്ചെടുത്തു. ഞാൻ ഇച്ചിരി സ്പീഡിൽ കാണിക്കുകയാണ്, കാരണം അതിങ്ങനെ ഓരോന്നോട്ട് പറിക്കുന്നത് അത്യാവശ്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഓരോന്നോരോന്ന് ഞാൻ ഒടിച്ചെടുത്തു. അവസാനം ഞാൻ താഴെ ഇറങ്ങുകയാണ് സുഹൃത്തുക്കളെ. അങ്ങനെ അതെല്ലാം പറിച്ചതിൻ്റെ സന്തോഷത്തിൽ ഞാൻ താഴെ ഇറങ്ങി വന്നു. ഇങ്ങനെയൊക്കെ മരത്തിൽ കയറി പറിക്കാനൊക്കെ ആഗ്രഹമുള്ളവരാണ് നിങ്ങളും. അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ ഏകദേശം പഴുത്ത് തന്നതെല്ലാം ഞാനും സച്ചുവും ചാച്ചി അമ്മച്ചി എല്ലാവരും കൂടെ അത് പറിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളവർക്ക് കൂടെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പറിച്ചിരിക്കുന്നത്. ഇത് ഇത്രയും പറിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ ഇച്ചിരിയായിട്ട് തോന്നുമെങ്കിലും പക്ഷേ അത്യാവശ്യം ഉണ്ട് കേട്ടോ ഈ റംബൂട്ടാൻ. ഇത് കണ്ടു, ഇത് അതിനകത്ത് ഏറ്റവും പഴുത്ത റംബൂട്ടാൻ. നല്ല കളർ, അതിൻ്റെ കളർ കണ്ടോ, നല്ല മജന്ത കളർ, സൂപ്പറാ. ഓ നല്ല മോശം സത്യമായിട്ട്. ഇങ്ങനെ കഴിഞ്ഞു ഇതെങ്ങനെ സൂപ്പർ. മജന്ത എടുക്കും, മറ്റേ സൂപ്പർ പറയുന്നുണ്ട്. എന്നാമേ ഞാൻ കഴിച്ചടാ, അടിപൊളി. വേണ്ട മജന്ത അമ്മച്ചിയുടെ കൊടുത്തു. സൂപ്പർ. എല്ലാം പോരട്ടെ, വയസ്സൊക്കെ എത്ര ആയില്ലേ, കാൽസ്യം ഒക്കെ പോരട്ടെ. ഇതിന് കാൽസ്യമാണ് അമ്മച്ചി പറയുന്നത്, ഇതിനകത്ത് കാൽസ്യം ഉണ്ടെന്ന് കേട്ടോ. എങ്ങനെയുണ്ട്, അടിപൊളി അല്ലേ? സൂപ്പർ സൂപ്പർ. അത് മരുമോള് വരുമ്പോൾ കൂടും. നമ്മൾ കേട്ടാൽ മതി. ഞങ്ങളുടെ മരം കയറി മരുമോളാ. ഞങ്ങളുടെ വീട്ടിലുള്ള ആകപ്പാടുള്ളൊരു പ്ലാവ, അതിൽ ആകപ്പാട് ഒരു ചക്കയേ ഉള്ളൂ. ചക്കയെ കാണി കാണിക്കും.
ഇതാ ചക്ക. അപ്പം ഞങ്ങൾ നിർത്തുവാണ്. അടുത്ത വ്ളോഗിൽ കാണാം. ബായ്.